എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. സാധാരണ നമ്മളൊരു നോർമൽ മസാലയാക്കി ചെയ്യുന്ന ഒരു മീൻ പൊരിച്ച് തീരുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. ഇന്ന മീനെന്നില്ല, ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മസാലയിൽ മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണമൊക്കെ ഉള്ള ഈ ഒരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കാനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സാധാ എരിവുള്ള ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് അറിയാലോ, അതിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ചും കൂടി നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മീൻ ഫ്രൈക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും പൊടികൾ ചേർക്കുന്നത് 1 കിലോ മീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി നമ്മൾ ഒഴിവാക്കരുത്, കാരണം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറമെ മാത്രം ഒന്ന് മുരിഞ്ഞൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടി പോവരുത് കേട്ടോ, 1.5 ടേബിൾ സ്പൂൺ മതി. പുറമേ നല്ല ക്രിസ്പിയായി മൊരിഞ്ഞു വരും, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. 1 കിലോ മീനൊക്കെ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ ഫ്രൈക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടിയിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്യുന്നവരും കാണും. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ 1 കിലോ മീൻ തന്നെ ഒരു 1/4 ടീസ്പൂൺ വളരെ കുറച്ച് മാത്രം കായത്തിൻ്റെ പൊടി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പൊടികളെല്ലാം കൂടെ. ഇതുപോലെ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ 1.5 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സാധാരണ മസാല ആക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു പാകത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വെള്ളം കൂടി പോവരുത്, ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ല, ഈ ഒരു പാകത്തിന് കിട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിൽ ഒരുപാട് ലൂസായിട്ട് പോകരുത്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇന്ന മീനൊന്നുമില്ല, ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ കറുത്ത ആവോലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആവോലി ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഇനി ഓരോ മീൻ കഷ്ണങ്ങളിലേക്കും നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മസാല ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. മീൻ കഷ്ണത്തിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒരു മസാല ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീൻ കഷ്ണങ്ങളിൽ എല്ലാം തന്നെ ഇതുപോലെ ഞാൻ മസാല ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മസാല ആക്കിയിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്താൽ നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. കുറഞ്ഞത് നമ്മളൊരു 1.5 മണിക്കൂറെങ്കിലും ഈ ഒരു മസാല പുരട്ടി ഒരു മീൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ ഒരു 1.5 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുത്താണ് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് കിടക്കാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ കുറച്ച് കടുക് ഇട്ടിട്ട് പൊരിക്കുകയാണെങ്കിൽ അത് അടിയിൽ പിടിക്കത്തില്ല. അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ.
ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് നന്നായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടണം, ചിലർക്ക് അധികം അങ്ങ് മൊരിക്കാൻ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കുള്ളതാണ് ഇഷ്ടം, നിങ്ങൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ല മൊരിയിച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഈ ഒരു മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുത്തേക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം മീൻ എല്ലാം തന്നെ ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഇതുപോലെ മസാല പുരട്ടി ഒരിക്കലെങ്കിലും മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മസാലയുടെ ഒരു മണമില്ലേ, അത് നല്ല അടിപൊളിയാണ്. പുറമേ നല്ല മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടില്ല, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.